ഹായ് നേച്ചർ ലവേഴ്സ്, ഇന്ന് നമുക്കൊരു ടെറേറിയം നിർമ്മിച്ചാലോ? ഈ ഒരു ഗ്ലാസ് ജാറിലാണ് ടെറേറിയം നിർമ്മിക്കുന്നത്. ഇതൊരു പഴയ ഗ്ലാസ് ജാറാണ്. പണ്ട് നമ്മൾ ഒരു ബെറ്റാ ഫിഷിനെ വളർത്തിയതാണ്. നമുക്കൊരു ടെറേറിയത്തിലൂടെ ഇതിനൊരു പുതിയൊരു ലൈഫ് കൊടുക്കാം. ടെറേറിയത്തിൻ്റെ ആദ്യത്തെ ലെയർ ഡ്രെയിനേജ് ലെയറാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുക ക്ലേ ബോൾസോ അല്ലെങ്കിൽ ക്ലേ ബോൾസോ ഉള്ള പെബിൾസോ ആണ്. നിങ്ങൾക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലേ ബോൾസ് ആണ്. അടുത്തത് സെപ്പറേഷൻ ലെയറാണ്. ഞാനിവിടെ മോസ്കിറ്റോ മെഷാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് വരുന്ന ലെയർ ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ ലെയറാണ്. ഇനി വരുന്നത് സബ്സ്ട്രേറ്റ് ലെയറാണ്. ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചതാണ് സബ്സ്ട്രേറ്റ്. അത് നമുക്ക് അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. സബ്സ്ട്രേറ്റ് ഇട്ടാൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അടുത്ത് നമുക്ക് പ്ലാന്റ് ഫിക്സ് ചെയ്യാം. ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ടെറേറിയത്തിൽ പ്ലാന്റ്സ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഡെഡ് ലീവ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ റൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം നമ്മളതിൽ പ്ലേസ് ചെയ്യാൻ. ഞാൻ അങ്ങനെ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടുത്ത് നമുക്ക് പ്ലാന്റ് ഫിക്സിങ്ങും ഹാർഡ്സ്കേപ്പും കൂടി ഒരുമിച്ച് ചെയ്യാം. ഹാർഡ്സ്കേപ്പിലെ റോക്സും കാര്യങ്ങളൊക്കെ അറേഞ്ചിങ് ചെയ്തതിന് ശേഷം നമുക്കത് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു സ്കേപ്പ് ആയതുകൊണ്ട് അതിൽ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്കേപ്പ് ചെയ്യാൻ പറ്റൂ. നമ്മൾ സ്കേപ്പിൻ്റെ ചെരുവിനനുസരിച്ചിട്ട് ഏറ്റവും ഹൈറ്റ് കൂടിയ പ്ലാന്റ് ഏറ്റവും ബാക്കിൽ പ്ലേസ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമ്മൾ സ്കേപ്പിനൊരു ഭംഗി ഉണ്ടാവുക. അടുത്ത് നമ്മൾ ഒരു മിനിയേച്ചർ ഓർക്കിഡാണ് വെക്കാൻ പോകുന്നത്. ഡ്രിഫ്റ്റ് കൊണ്ടിന് മുകളിൽ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ടാണ് വെക്കുന്നത്. മിനിയേച്ചർ ഓർക്കിഡ് എപ്പോഴും നമ്മൾ ടെറേറിയത്തിന് കുറച്ചും കൂടി ഭംഗി കൂട്ടുന്നത് ഒരു എലമെൻ്റാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ടെറേറിയത്തിൽ വെക്കുന്ന ഭയങ്കര ഭംഗിയായിരിക്കും. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ഡ്രാഗൺ റോക്കും കൂടി വെക്കാം. ഇനി നമുക്കൊരു അധികം ഹൈറ്റ് വെക്കാത്തൊരു പ്ലാന്റ് ഇതിൽ പ്ലേസ് ചെയ്യാം. നമ്മൾ ബാക്കി വെച്ചതൊക്കെ കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പം അടി ഭയങ്കര റാങ്കായിട്ട് കാണും. നമ്മൾ പ്ലാന്റ് ഫിക്സിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ച് സാൻഡേരി ചെയ്യാം. ഇനി നമുക്ക് ടെറേറിയം വാട്ടർ ചെയ്യാം. ഇനി ഫൈനലായിട്ട് നമുക്കൊരു മിനിയേച്ചറായിട്ടുള്ള ചെറിയ 3 പ്ലാന്റ്സും കൂടി ആഡ് ചെയ്യാം ഒരു ഫിനിഷിങ്ങിന്.
ഇത് ചെറിയ മിനിയേച്ചർ ഫേണാണ്. നമുക്കിതിലൊന്ന് വെച്ച് നോക്കാം, ചിലപ്പോൾ സെറ്റാവും. ഇതിൽ അത്യാവശ്യം പ്ലാന്റ് നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു സൈഡിലാണ് നമ്മൾ ആദ്യം വെച്ച പ്ലാന്റ് പ്ലേസ് ചെയ്തത്. പിന്നെ ഈ സെൻറ്റർ ഭാഗത്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിനിയേച്ചർ ഫേണ് ഇവിടെയായിട്ടാണ് വെച്ചത്. ഇനി നമുക്ക് സ്പ്രിംഗ് ടെയിൽസിന് ആഡ് ചെയ്യാം. നമ്മുടെ ട്രോപ്പിക്കൽ ടെറേറിയത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഇൻസെക്റ്റാണ് സ്പ്രിംഗ് ടെയിൽസ്. നമ്മൾ സ്പ്രിംഗ് ടെയിൽസ് എന്താണെന്നുള്ളതും അതിൻ്റെ എങ്ങനെ സ്റ്റോർ ചെയ്യാന്നുള്ളതും അതിനെ പിടിക്കുന്ന ട്രാപ്പ് അങ്ങനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിലതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമുക്കിതിനെ ആഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കാണാം സ്പ്രിംഗ് ടെയിൽസിനാ. ഇതിൽ ചാർക്കോളാണ് ഇട്ടത്. ഇതിൽ നമുക്ക് ചാർക്കോൾ എടുത്തിട്ട് നമ്മുടെ ടെറേറിയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇത്രയുമാണ് നമ്മളെ ട്രോപ്പിക്കൽ ടെറേറിയത്തിൻ്റെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ടെറേറിയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.